और आतंकी को पालने पोसने वालों को, आतंकियों को ताकत देने वालों को अब हम अलग अलग नहीं मानेंगे। वो मानवता के समान दुश्मन है, उनके बीच कोई फर्क नहीं है। अब भारत ने तय कर लिया है कि न्यूक्लियर की धमकियों को अब हम सहने वाले नहीं हैं। न्यूक्लियर ब्लैकमेल लंबे अरसे से चलाया, अब वो ब्लैकमेल नहीं सहा जाएगा। ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യ ദിനമാണ്. വ്യക്തമായി കൈമാറിയിരിക്കുന്നു ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് നമ്മുടെ അപകടകാരിയായ, വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത അയൽവാസിക്കുള്ള അതിശക്തമായ സന്ദേശം. ആണവ ഭീഷണി മുഴക്കി ഇനിയും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തേണ്ട. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ല. ഇന്ത്യ ഇനി തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും വേർതിരിക്കില്ല. ഇതൊരു പുതിയ ഇന്ത്യയാണ്. രക്തസാക്ഷികളെ ഓർത്ത് വിലപിച്ചാൽ മതിയാകാത്ത ഇന്ത്യയാണ്. നിഷ്ക്രിയമായ പ്രതിരോധമല്ല, സജീവമായ പ്രതിരോധത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യയാണ്. ഈ സന്ദേശം ബലഹീനതയല്ല, ശക്തിയാണ്. പ്രീതിപ്പെടുത്തലല്ല, ദൃഢനിശ്ചയമാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയുടെ വിപത്ത് ദീർഘകാലം അനുഭവിച്ച രാജ്യത്തിന്റെ എല്ലാ കോണിലുമെത്തി നമ്മുടെ അതിർത്തികൾ കടന്ന് പ്രതിധ്വനിക്കുന്ന സന്ദേശം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ വാക്കുകൾ. ആ വാക്കുകൾ മുൻനിർത്തി പ്രൈം ഡിബേറ്റ് ചോദിക്കുന്നു. നമ്മുടെ അതിർത്തികളിൽ പടക്കോപ്പുകൾ വീണ്ടും ഒരുങ്ങുകയാണ്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ പുതിയ തലത്തിലേക്ക് കടക്കുകയാണോ ഈ രാജ്യം? മൃദു നയതന്ത്രത്തിന്റെ കാലം അവസാനിക്കുകയാണോ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ? പാകിസ്ഥാനുള്ള അവസാന മുന്നറിയിപ്പാണോ ചെങ്കോട്ട കേട്ടത്? ഒപ്പം രാജ്യത്തിനകത്ത് നിന്ന് പ്രതിപക്ഷമടക്കം ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി സർക്കാർ നൽകുമോ? സ്വാഗതം പ്രൈം ഡിബേറ്റ്. നമുക്കൊപ്പം പാനലിൽ ചേർന്ന് കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, ബി.ജെ.പി. നേതാവും പ്രതിരോധ വിദഗ്ധനുമായ കേണൽ ഡിനി, മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ. 4 പേരെയും പാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം പ്രതിരോധ വിദഗ്ധനും ബി.ജെ.പി. വക്താവ് കൂടിയായ ശ്രീ കേണൽ ഡിനിയിലേക്ക്. ശ്രീ കേണൽ ഡിനി, തീവ്രവാദികളെ മാത്രമല്ല അവരെ പിന്തുണയ്ക്കുന്നവരെയും ഇനി വേർതിരിക്കില്ല എന്ന് പറയുന്നത് അത് ഒരു രാജ്യത്തിനുള്ള സന്ദേശമില്ല, പലർക്കുള്ള സന്ദേശമാണ്. ഓപ്പറേഷൻ സിന്ദൂറും അതിനുശേഷവും ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് മൃദു നയതന്ത്രത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സന്ദേശം കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ അകത്തുനിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്ര ശക്തമായ മുന്നറിയിപ്പ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പാകിസ്ഥാന് കൊടുക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള രാജ്യത്തോടുള്ള അഭിസംബോധനയ്ക്ക് അപ്പുറത്തേക്ക് ഒരു വലിയ സന്നാഹങ്ങളിലേക്കും സജ്ജീകരണങ്ങളിലേക്കും ഈ രാജ്യം കടക്കുന്നു എന്നുകൂടിയാണോ? നോക്കൂ മാം, ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീ നരേന്ദ്രമോദി, അതായത് 7th May ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അദ്ദേഹം അന്നും വളരെ കൃത്യമായിട്ട് ഒരു ന്യൂ നോർമൽ, അതായത് ടെററിസ്റ്റ് ആക്ഷന്റെ അഗേൻസ്റ്റ് ആയിട്ട് എന്താണ് നമ്മുടെ നയം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അന്ന് സംസാരിച്ചു. അതിനൊരു ന്യൂ നോർമൽ എന്നുള്ള നിലയിൽ തന്നെ ആയിരുന്നു. അതായത് 3 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ഏതൊരു ഭീകരവാദി അറ്റംപ്റ്റ് അല്ലെങ്കിൽ അറ്റാക്ക് അതിനെ നമ്മളതിനൊരു യുദ്ധം എന്നുള്ള നിലയിലേക്ക് കാണും എന്നുള്ള രീതിയിലേക്ക് ആ രീതിയിലേക്ക് ഉള്ള ഒന്നായിരുന്നു ഒരെണ്ണം. രണ്ടാമതായിട്ട്, നമ്മൾ എപ്പോഴും ഒരു ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ, അതായത് ഞങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, പാകിസ്ഥാന്റെ രീതിയിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആ ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ ഇനി ചെലവാകില്ല എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത്, എപ്പോഴും പലപ്പോഴും നമ്മൾ തന്നെ പല സമയത്തും നമ്മൾ അതായത് അവിടുത്തെ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. ആ ഡീപ് സ്റ്റേറ്റ് ISIയും അവരൊക്കെയാണ് ഈ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ മറ്റുള്ള ഗവൺമെന്റ് മെഷീനറി ഒന്നും ഈ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ബിലീഫ് നമുക്കുണ്ടായിരുന്നു. അതും അദ്ദേഹം മാറ്റി എഴുതി. അദ്ദേഹം പറഞ്ഞു, ഏതൊരു ഭീകരവാദി ഒരു ആക്ഷൻ നടന്നാലും അതിനെ പിന്തുണയ്ക്കുന്ന ഗവൺമെന്റ് മെഷീനറിയും ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ കാണും.
അതിനി ആരായാലും എന്നുള്ളത്. അപ്പൊ അത് വലിയൊരു ഒരു 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 അതിന്റെ അതിന്റെ ഒരു ഫിനാൻഷ്യൽ ആയിട്ട് കൊടുക്കുന്നത്, മറ്റു രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നത്, അതിലെല്ലാവരും അതിന്റെ ഭാഗമായിട്ട് ആണ് എന്നുള്ള ഒരു സന്ദേശമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഈ നറേറ്റീവ്സ് എല്ലാം മാറ്റാനുള്ള ശ്രമം നടത്തിയത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വൻ രീതിയിലുള്ള ഒരു നറേറ്റീവ്, അതായത് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിലേക്ക് അവർ വളരെ പാടുപെട്ട് അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ജനറൽ അസീം മുനീറിനെ ഫീൽഡ് മാർഷലാക്കി മാറ്റുകയും അവിടെ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പിക്ചേഴ്സ് സഹിതം വീഡിയോ സഹിതം നമ്മൾ കണ്ടെങ്കിലും, അതായത് അവരുടെ ഹാങ്ങേഴ്സ് നഷ്ടപ്പെട്ടു, അവരുടെ റൺവേസ് നഷ്ടപ്പെട്ടു, അവരുടെ റഡാർ സിസ്റ്റം നഷ്ടപ്പെട്ടു, അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ നടന്നിട്ട് പോലും ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിലേക്ക് വരികയും പിന്നീട് ഡൊണാൾഡ് ട്രംപ് ചാടി വീണ് ഞാനാണ് അതിന്റെ മീഡിയേഷൻ ചെയ്തത്, ഞാൻ ടാരിഫിനെ കുറിച്ച് സംസാരിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് പോവുകയും ഇപ്പൊ അടുത്തതായിട്ട് നമ്മൾ കണ്ടു ജനറൽ അസീം മുനീർ വീണ്ടും അമേരിക്കയുടെ മണ്ണിൽ നിന്ന് വേറൊരു രാജ്യത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കുമെന്ന് മാത്രമല്ല, വേണ്ടി വന്നാൽ ഞങ്ങൾ പകുതി രാജ്യങ്ങൾ, അതായത് വേൾഡിനെ കൂടെ ഞങ്ങൾ അതിനെ കൂടെ കൊണ്ടുപോകുന്നു. അതായത് ഇന്ത്യ മാത്രമല്ല, ലോകത്തുള്ള പകുതി രാജ്യങ്ങളും വേണമെങ്കിൽ ഞങ്ങൾക്ക് തകർക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്യാൻ മടിക്കത്തില്ല എന്നുള്ള രീതിയിൽ. അതുകൂടാതെ 2-3 മിനിസ്റ്റേഴ്സ് അവിടുന്ന്, ബിലാവൽ ഭുട്ടോ ആയാലും ശരി, അവരൊക്കെ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി തടഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ ആ ഡാമിനെ തകർക്കും, അങ്ങനെയൊക്കെയുള്ള നിരന്തരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ എയർഫോഴ്സ് ചീഫ്, ആ എയർഫോഴ്സ് ചീഫും ആർമി ചീഫും വളരെ കൃത്യമായിട്ട് തന്നെ എന്തൊക്കെ നടന്നു എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് എന്നുള്ള നിലയിൽ അത് അവരും പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് റെഡ് ഫോർട്ടിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ മോദി ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ കാണുന്ന ഒരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇത് പല തലത്തിലുള്ള ആളുകൾക്ക് എത്തണം. ഒന്ന്, ഡെഫിനറ്റ് ആയിട്ട് ഇത് പാകിസ്ഥാന്റെ ഒരു മെസ്സേജ് ആണ്. അതായത് വീണ്ടും അടിവരയിട്ട് പറയുകയാണ്, നിങ്ങൾ ന്യൂക്ലിയർ ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളെ അത് എഫക്ട് ചെയ്യില്ല. ദ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് ദിസ് കൺട്രി അതിനെ ബാധിക്കില്ല എന്നുള്ള ഒരു സൈക്കി അത് അദ്ദേഹം പുറത്തു പറയുകയാണ്. അപ്പം ഇവരെപ്പോഴും ഒരു ത്രഷോൾഡിനെ കൊണ്ടുവന്ന് ഞങ്ങൾ ആ ടെററിസം എന്ത് ചെയ്താലും ഞങ്ങളിൽ ഈ ബോംബുണ്ട്, നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള അത് മറികടന്നു എന്ന് വീണ്ടും ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി മോദി ഈ ഒരു സമയത്ത് പറയുകയാണ്. രണ്ടാമതായിട്ട് മറ്റ് രാജ്യങ്ങൾ, അതാണ് മാമിന്റെ ക്വസ്റ്റ്യനിലും ഉണ്ടായിരുന്ന മറ്റ് രാജ്യങ്ങൾ. ഇപ്പൊ ആരാണ് മറ്റ് രാജ്യങ്ങൾ? ഇപ്പം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇപ്പം അറ്റ്ലീസ്റ്റ് കറന്റിൽ പാകിസ്ഥാനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കും ഒരു മെസ്സേജ് ആണ്. അതായത് നിങ്ങൾ ഒരു യുദ്ധം നിർത്താൻ വേണ്ടി ടാരിഫ്, അല്ലെങ്കിൽ യുദ്ധം നിർത്താൻ വേണ്ടി ന്യൂക്ലിയർ വാർ ഉണ്ടായ നാശമാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഞങ്ങളെ എഫക്ട് ചെയ്യില്ല. ഞങ്ങളുടെ രാഷ്ട്രഹിതം, അത് ഞങ്ങളുടെ നാഷണൽ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് മാത്രം ഞങ്ങൾ പ്രവർത്തിക്കൂ. ഭീകരവാദ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ അതിനു വേണ്ടി സ്ട്രൈക്ക് ചെയ്യും എന്നുള്ള ഒരു മെസ്സേജ്. മൂന്നാമതായിട്ട് ഡെഫിനറ്റ്ലി നമ്മളെ ഓഡിയൻസ് തന്നെയാണ്, നമ്മളെ ആളുകൾക്കാണ്. അവർക്ക്, കാരണം നമ്മളെല്ലാം ഇത് കേട്ടോണ്ടിരിക്കുകയല്ലേ. പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ചീഫ് പറയുന്നു, അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ പറയുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രി പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ നിന്ന് പറയുമ്പം അതിന് വേറൊരു മീനിങ് ഉണ്ട്. ആ ഒരു റിസോൾവ്, നമ്മുടെ ഒരു ദൃഢനിശ്ചയം എന്ന് പറയുന്നത് അതൊന്ന് കൺവേ ചെയ്യാൻ, നമ്മളെ ആളുകൾക്ക് ഇടയ്ക്കും അത് കൺവേ ചെയ്യാൻ ഉള്ളൊരു മെസ്സേജ് ആയിട്ടാണ് ഞാനിത് കാണുന്നത്. അതുകൊണ്ട് പോളിസി ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ നമ്മൾ ഓൾറെഡി സ്റ്റേറ്റഡ് ആണ്. അതിന്റെ ഒരു റിയറ്ററേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ റിയറ്ററേഷൻ എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് വന്നപ്പം അതിനൊരു മറുപടി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി ഇത് തന്നെ ആയിരിക്കും ഭാരതത്തിനെ സംബന്ധിച്ചുള്ള ന്യൂ നോർമൽ. ശരി, ഞാൻ തിരികെത്താം ശ്രീ കേണൽ ഡിനി. ശ്രീ സേനാപതി വേണു, കൃത്യമായ സന്ദേശമാണ്. തീവ്രവാദികളെ മാത്രമല്ല, തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരെയും വേർതിരിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു സന്ദേശം. അങ്ങനെ ഒരു ശക്തമായ സന്ദേശം കൊടുക്കേണ്ട ബാധ്യത ഇന്ത്യ എന്ന രാഷ്ട്രത്തിനുണ്ട്. അത് ഓപ്പറേഷൻ സിന്ദൂർ ശേഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റക്കെട്ടായ രാജ്യം അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. പുറത്തേക്കുള്ള സന്ദേശമാണ് കൃത്യമായി കൊടുക്കുന്നത്. അത് അഭിമാനപൂർവ്വം രാജ്യസ്നേഹത്തോടുകൂടി ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോഴും അകത്ത് പ്രതിപക്ഷം ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകുന്നില്ല. ഈ വലിയ ഒരു പ്രസംഗം നടത്തുന്നതിനൊപ്പം ഈ അകത്തുള്ളവരെയും അത് പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ നിന്ന് കോൺഗ്രസിന് കിട്ടുന്നുണ്ടോ? നോക്കൂ അപർണ, 1947 മുതൽ ചെങ്കോട്ടയിൽ കാലാകാലങ്ങളിൽ രാജ്യം ഭരിച്ചിട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം എനിക്ക് തോന്നുന്നു ചരിത്രത്തിലെ ഏറ്റവും നീണ്ട പ്രസംഗം, 103 മിനിറ്റ്, ഏതാണ്ട് 104 മിനിറ്റോളം നീണ്ടു നിന്ന പ്രസംഗമാണ്. അത് ഏകദേശം അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം കേൾക്കാൻ ഞാനത് കേട്ടതാണ് എന്നുള്ളതാണ്.
ഞാൻ ഈ പാകിസ്ഥാന് നേരെയുള്ള മുന്നറിയിപ്പുകൾ, അത് ഇപ്പം ഞാനൊരു മുൻ സൈനികൻ കൂടി ആയതുകൊണ്ട് ഞാൻ അതിനെ കുറച്ചുകൂടെ വൈകാരികമായിട്ട് കാണുന്ന ഒരാളാണ്. ഞാനതിനെ വളരെ ആദരവോടുകൂടി, കാരണം നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന അല്ലെങ്കിൽ അഖണ്ഡതയ്ക്കെതിരെ ഭീഷണിയാകുന്ന ഒരു ശത്രു രാജ്യത്തിന് നേരെ എത്രമാത്രം പ്രഹരം അത് പ്രവൃത്തിയിലാണെങ്കിലും വാക്കിലാണെങ്കിലും നൽകാൻ കഴിയുമോ അത്രയും പ്രഹരം നൽകുന്നത് ഒന്നും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ 103 മിനിറ്റ് പ്രസംഗത്തിലെ ഈ ഒരു 5-10 മിനിറ്റ് നേരത്തെ പ്രസംഗം ബാക്കി നിർത്തിയാൽ ബാക്കി മുഴുവൻ BJPയുടെ ഒരു ദേശീയ സമ്മേളനത്തിലോ റാലിയിലോ നടത്തുന്ന ഒരു പ്രസംഗമായി പോയി എന്നുള്ളത്, അത് ഞാൻ വിമർശിക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾ പറയും കോൺഗ്രസ്സുകാരനായ സേനാപതി വേണു നടത്തുന്ന വിമർശനമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ഔചിത്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രി തന്റെ ഇന്നത്തെ പ്രസംഗത്തിൽ, കാരണം ചെങ്കോട്ടയിൽ നിന്ന് നടത്തുന്ന പ്രസംഗങ്ങളും ആ പ്രസംഗങ്ങളുടെ ചരിത്രങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, പാകിസ്ഥാൻ പോലെ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വത്തെയും അതുപോലെ തന്നെ നമ്മുടെ അതിർത്തിക്കും അഖണ്ഡതയ്ക്കും ഒക്കെ ഭീഷണിയായ ഒരു രാജ്യത്തിന് അവർക്ക് കൊടുക്കാവുന്ന പ്രഹരം അത് ഏത് രൂപത്തിലാണെങ്കിലും അത് പ്രധാനമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ പൗരന്മാരും അതിനെ വലിയ ഹർഷാരവത്തോടു കൂടി തന്നെ അതിനെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ മറ്റ് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് അതൊട്ടും ഔചിത്യമുള്ള കാര്യങ്ങൾ അല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഡിബേറ്റിൽ വിയോജിക്കാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഇന്ന് അദ്ദേഹം പറഞ്ഞത് പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടില്ല. വാജ്പേയി 5 പാർലമെന്റ് 13 മാസം ഭരിച്ച ഇടയ്ക്ക് കൂട്ടിയാൽ 6 പ്രാവശ്യം ചെങ്കോട്ടയിൽ നിന്ന് പ്രസംഗിച്ച ആളാണ് അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹം ഒന്നും പറയാത്തതും അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കാത്തതുമായ ഒരു കാര്യം, ഒന്ന് അത് RSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, RSS ഒരു എന്താ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള, അതൊന്നും ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ അവരുടെ ഐഡിയോളജിയുമായി വിയോജിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രധാനമന്ത്രി ഒരിക്കലും RSS പോലുള്ള സംഘടനയുടെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അത് പ്രസംഗിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ BJPയുടെ ദേശീയ സമ്മേളനത്തിലോ സോറി, അപ്പോ ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന് പ്രസംഗിക്കാം. ഇപ്പോ യുവമോർച്ചയുടെ ഒരു സമ്മേളനത്തിലോ BJPയുടെ ഒരു സമ്മേളനത്തിലോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലോ ഒക്കെ അദ്ദേഹത്തിന് പ്രസംഗിക്കാം. പക്ഷേ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഒരു പ്രസംഗം നടത്തുമ്പോൾ അങ്ങനെ ഒരു സംഘടനയെ കുറിച്ച്, RSS മാത്രമല്ലോ നമ്മുടെ രാജ്യത്ത് വേറെ NGO ഉണ്ടാവല്ലോ, അത് ചിലപ്പോൾ വലുപ്പത്തിൽ ചെറുതായിരിക്കാം അല്ലെങ്കിൽ എണ്ണത്തിൽ ചെറുതായിരിക്കാം, ഇനി അവരുടെ പ്രവർത്തനകാരം ഇതിനേക്കാൾ വലുതായിരിക്കാം. ഇപ്പൊ ബോംബെയില് നമുക്കറിയാം ഈ ടിഫിൻ എന്ന് പറയുന്ന വിതരണം ചെയ്യുന്ന ഒരു സംഘമുണ്ട്. അവര് ഏതാണ്ട് 120 വർഷക്കാലമായിട്ട് ഈ ഭക്ഷണത്തിന്റെ വിതരണം, അതിന്റെ പേര് ഞാനിപ്പോ മറന്നുപോയി, ഡിന്നി സാർ ഓർക്കുന്നുണ്ടാകും, ബോംബെയില് ഡബ്ബേവാല. ഞാൻ പറഞ്ഞത് ഡബ്ബേവാല ഒരു നോൺ എന്താ പറഞ്ഞ ഒരു ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ്. അവരുടെ സേവനം എത്രയോ മഹത്തായ ഒരു സേവനമാണ്. ഞാൻ പറഞ്ഞത് RSS എന്ന് പറയുന്ന ഒരു സംഘടന അവരുടെ സേവനം മഹത്വമായിക്കൊള്ളട്ടെ, പക്ഷേ അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയവും അവർ എന്താ പറഞ്ഞ പ്രചരിപ്പിക്കുന്ന അവരുടെ തത്വങ്ങളും അതിനോട് വളരെ കടുത്ത വിയോജിപ്പുള്ള ഒരു വലിയ ജനവിഭാഗം ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ ഒരു പ്രകീർത്തനം അവരെ കുറിച്ച് നടത്തിയത് അത് ഒട്ടും ഉചിതമായില്ല എന്ന് മാത്രമല്ല, അത് ചെങ്കോട്ടയിൽ നടത്തേണ്ടിയിരുന്ന ഒരു പ്രസംഗം ആയിരുന്നില്ല എന്ന് കോൺഗ്രസിന്റെ വക്താവ് എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2, പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞു 1 ലക്ഷം കോടിയുടെ രൂപയുടെ തൊഴിലവസരങ്ങൾ, 2 കോടിയുടെ തൊഴിൽ. അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസംഗത്തിന്റെ പലതും കഴിഞ്ഞ 10 കൊല്ലക്കാലമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളുടെ തനിയാവർത്തനം എന്നുള്ളതല്ലാതെ അതിനകത്ത് എന്തെങ്കിലും പുതുമയോ അല്ലെങ്കിൽ രാജ്യത്തിന് പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഈ പ്രസംഗത്തിന്റെ 3/4 ഭാഗത്തും ഇല്ലായിരുന്നു. അത് കേവലം രാഷ്ട്രീയം മാത്രമാണ്. അത് BJPയുടെ ഒരു സമ്മേളനത്തിലെ പ്രസംഗമാണ്, അല്ലെങ്കിൽ RSSന്റെ ഒരു യോഗത്തിൽ നടത്തേണ്ട ഒരു പ്രസംഗമാണ്. അത് ചെങ്കോട്ടയിൽ നടത്തേണ്ട പ്രസംഗം അല്ല എന്ന് ഞങ്ങൾ കോൺഗ്രസ്സുകാർ വിമർശിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് കാണരുത് എന്നാണ് ആദ്യ ഫേസിൽ തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം എത്രയോ പ്രധാനമന്ത്രിമാർ, ഇപ്പൊ പാകിസ്ഥാന് നേരെ യുദ്ധം നടന്നതിന് ശേഷം അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രസംഗം എന്താ? ഹത്യാർ കാ ജവാബ് ഹത്യാർ ദേഗ, ആയുധത്തിന്റെ മറുപടി ആയുധം നൽകും. അത്രയും കരുത്തുറ്റ ഒരു പ്രസംഗം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏത് പ്രധാനമന്ത്രിയാണ് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ കാലാകാലങ്ങളിൽ അത് സാഹചര്യമാണ്. ആ സാഹചര്യത്തിനനുസരിച്ച് ഓരോ പ്രധാനമന്ത്രിമാരും അവരുടെ ചെങ്കോട്ടയിലെ പ്രസംഗങ്ങൾ അത് രാജ്യത്തിന്റെ നയം, രാജ്യത്തിന്റെ പുരോഗതി, ഭാവിയിൽ രാജ്യം നടത്താൻ പോകുന്ന തന്റെ ഗവൺമെന്റിന്റെ പദ്ധതികൾ ഇതൊക്കെ പ്രഖ്യാപിക്കും. അതല്ലാതെ
ഏതെങ്കിലും സാംസ്കാരിക സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞ ഇവിടെ സ്പർദ്ധ വളർത്തുന്ന അല്ലെങ്കിൽ ഭിന്നിപ്പ് വളർത്തുന്ന സംഘടനകൾ, ആ സംഘടനകളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു വേദിയായി ദയവ് ചെയ്ത് ചെങ്കോട്ടയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറ്റരുതായിരുന്നു എന്നാണ് അപർണ ഒന്നാം ഫേസിൽ എനിക്ക് ഈ കാര്യത്തിൽ ഉന്നയിക്കാനുള്ള എന്റെ എളിയ റൈറ്റ്. ഞാൻ തിരികെ എത്താം ശ്രീ സേനാപതി വേണു. ശ്രീജിത്ത് പണിക്കർ, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് പോലും രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാത്ത, അല്ലെങ്കിൽ അതിലൊരു പക്ഷേ തല കുനിച്ചു പോകുന്ന തരത്തിലുള്ള ചില നിലപാടുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ അത് വ്യക്തമാക്കൂ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്നൊരു നിലപാടെടുത്തതല്ലാതെ ഇതിന് കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല എന്ന് കോൺഗ്രസ് ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു. നമ്മൾ കൃത്യമായുള്ളൊരു സന്ദേശം ഒറ്റക്കെട്ടായി നിന്ന് അത് പുറത്തേക്ക് കൊടുക്കുകയാണ്, അതിനൊപ്പം നിൽക്കുകയാണ് ഈ രാജ്യത്തുള്ള കോടിക്കണക്കിന് ജനങ്ങൾ. ഒപ്പം അകത്തുള്ളവർക്ക് കൂടി ഇതിനുള്ള ഉത്തരം വേണം, അത് നൽകേണ്ടതല്ലേ എന്ന് കൂടിയാണ് സേനാപതി വേണു അടക്കം ചോദിക്കുന്നത്. ആ മറുപടി കൂടി ഉണ്ടാകണ്ടേ 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ? നോക്കൂ, ഇത് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ഓപ്പറേഷനെ കുറിച്ചിട്ടുള്ള വിശദീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അഡ്രസ് അല്ല. മറിച്ച് എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മുടെ പ്രധാനമന്ത്രി ആരാണോ അദ്ദേഹം റെഡ് ഫോർട്ടിൽ നിന്ന് നടത്തുന്ന അഡ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ തന്നെ നിന്ന് മറുപടി പറയണം എന്നൊന്നുമില്ല, അങ്ങനെ ഒരു കീഴ്വഴക്കവുമില്ല. തന്നെയുമല്ല, അത് പാർലമെന്റിലും മറ്റുള്ള അവസരങ്ങളിലും നിരവധി തവണ പറഞ്ഞിട്ടുമുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടോ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതിന് മറുപടി ഇല്ലാതെ പോയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവർ ചോദിച്ചിരുന്ന ഈ തീവ്രവാദികൾ എവിടെ, അല്ലെങ്കിൽ അത് പാക് സ്പോൺസേഡ് തന്നെയാണോ, നമ്മൾ എത്രത്തോളം ആഘാതം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ തുടർന്നുള്ള നിലപാട് ഏത് രീതിയിലായിരിക്കും, ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ ആധികാരികമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട്. ഒപ്പം അതിൽ പീസ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള US ബ്രോക്കറിംഗ് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള വിശദീകരണം ഒരുപക്ഷെ ഉണ്ടാകണം എന്നില്ല. അതായത് കോൺഗ്രസിന്റെ താല്പര്യം ഒരുപക്ഷെ ട്രംപ് ഇടപെട്ടു എന്ന് നരേന്ദ്രമോദി പറയണം എന്നായിരിക്കും. ട്രംപ് എന്നല്ല, ഒരാളും ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ആ സമയം മുതൽ ഔദ്യോഗികമായിട്ട് നമ്മുടെ വിദേശകാര്യ വക്താവായിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ പറഞ്ഞിട്ടുള്ളത്. അത് പാർലമെന്റ് അടക്കം നിരവധി ഫോറങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മറുപടിയുടെ ആവശ്യമില്ല. മറിച്ച് ജനങ്ങൾക്ക് പൊതുവെ നൽകുന്ന ഒരു സന്ദേശമാണ്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ ശത്രു രാജ്യത്തിനുള്ള സന്ദേശം അതിലുണ്ട്. ഒപ്പം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിനും നമ്മൾ തയ്യാറല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങൾ അതിൽ വരുന്നത്. ന്യൂ നോർമൽ, നേരത്തെ ശ്രീ ഡിന്നി പറഞ്ഞതുപോലെ നേരത്തെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇതാണ് പുതിയ നോർമൽ എന്ന്. യാതൊരു വിധത്തിലുള്ള ടോളറൻസും തീവ്രവാദത്തിനോടില്ല. ഏത് തരത്തിലുള്ള ഒരു തീവ്രവാദ അറ്റാക്ക് പാക് സ്പോൺസേഡായിട്ട് നടന്നാലും അതിനെ നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമായിട്ട് കണ്ടുകൊണ്ട് കനത്ത പ്രഹരം ഏൽപ്പിക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ന്യൂ നോർമൽ. 2, പാകിസ്ഥാന് ഉറക്കം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു പരാമർശമുണ്ട്. അത് വളരെ ലിറ്ററൽ സെൻസിൽ തന്നെ അത് അങ്ങനെ ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. കാരണം വളരെ ഫ്രാൻറ്റിക് ആയിട്ടുള്ള ചില സമീപനങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നത്. തന്നെയുമല്ല, ആ സമയത്ത് എടുത്തിരുന്ന തീരുമാനങ്ങളൊന്നും തന്നെ ഒരു ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻസ് ആയിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള റീകൺസിഡറേഷനും അക്കാര്യത്തിൽ ഇല്ല എന്ന കാര്യം ആവർത്തിച്ച് അവിടെ പറയുന്നുണ്ട്. പിന്നെ നേരത്തെ തന്നെ എടുത്തിരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള പൊസിഷൻ, ടെററിസത്തിനോടൊപ്പം തന്നെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ത്രെട്ടിനെ മറികടക്കാനായിട്ട് രാജ്യത്തുള്ള ജനങ്ങൾക്ക് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുക, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മിഷൻ സുദർശന ചക്ര വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. ഒരു നെക്സ്റ്റ് ജനറേഷൻ എയർ ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരുന്നു. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻസിലൊക്കെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും എന്ന രീതിയിലത്തേക്ക് പറയുന്നു. അങ്ങനെ വളരെ അസേർട്ടീവായിട്ടുള്ള ഒരു പോസ്റ്ററിങ് അതാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതല്ലാതെ ഒരു തരത്തിലും അതിനെ ഒരു രാഷ്ട്രീയ പ്രസംഗമാക്കി മാറ്റാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത സന്ദേശങ്ങൾ അതിലേക്ക് കുത്തി നിറയ്ക്കാനോ ഒന്നും തന്നെ അദ്ദേഹം ശ്രമിച്ചതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പൊ ഞാൻ അഭിപ്രായം പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേണ്ടി ശ്രീ സേനാപതി വേണു സംസാരിച്ചു കഴിഞ്ഞു. അതായത് അദ്ദേഹം പറയുന്നതൊക്കെ അങ്ങനെയല്ല, മറ്റൊരു രീതിയിലാണ് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ എടുത്തിട്ടാണ് സംസാരിച്ചത്. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന RSSനെ കുറിച്ച് മാത്രമല്ല. RSSനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ശ്രീ സേനാപതി വേണു അദ്ദേഹത്തിന്റെ അമിതമായ താല്പര്യം കാരണം RSSനെ കുറിച്ചുള്ള ഭാഗം മാത്രം റിപ്പീറ്റഡ് ആയിട്ട് 103 മിനിറ്റിലും കേൾക്കുകയായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം RSSനെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നത് ഒരിക്കലും ഒരു ഡിവിഷനെ പറ്റി പറയാനോ വർഗീയതയെ പറ്റി പറയാനോ സമഗ്രാധിപത്യത്തിനെ പറ്റി പറയാനോ ഒന്നുമല്ല. അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്,
അതൊരു കൾച്ചറൽ യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള RSSന്റെ ശ്രമം എന്ന രീതിയിൽ ഒരു ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, അതെങ്ങനെയാണ് ഒരു യൂണിറ്റിയിലേക്ക് പോവുക, എങ്ങനെയാണ് വികസിത ഭാരതം എന്നുള്ള തന്റെ കോൺസെപ്റ്റ് അദ്ദേഹം എങ്ങനെയാണ് ഈ RSSന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, RSSന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ സമുദ്രമന്ഥൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം എക്കണോമിക് റിഫോംസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. വികസിത ഭാരത് റോസ്ഗാർ യോജന, നേരത്തെ പറഞ്ഞതുപോലെ എംപ്ലോയ്മെന്റ് ജനറേഷനും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അതേപോലെ കുറേയധികം റൂൾസ് സിംപ്ലിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ബിസിനസ് കോസ്റ്റുകളൊക്കെ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി റിഫോം ടാസ്ക് ഫോഴ്സിന്റെ രൂപീകരണത്തിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ജനങ്ങൾക്ക് പൊതുവെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ GSTയിൽ ഉണ്ടാകുന്ന കുറേയധികം റിഫോംസ്, ഇങ്ങനെ ആൾക്കാർ ഒരുപക്ഷെ കേൾക്കാനായിട്ട് പ്രതീക്ഷിച്ചിട്ടുള്ള, ഒരുപക്ഷെ അവർ കേൾക്കുമെന്ന് പോലും പ്രതീക്ഷിക്കാത്ത ചില ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ GSTയിലും മറ്റും ഉണ്ടാകുന്നുണ്ട് തുടങ്ങിയതിന്റെ ഒക്കെ ഒരു കർട്ടൻ റൈസർ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അത് ഈ ഒരു വിഷയത്തിനെ മാത്രം, അതായത് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി മാത്രം വന്ന് സംസാരിച്ചു പോവുക എന്നതിനപ്പുറത്തേക്ക് സമസ്ത മേഖലകളെയും അദ്ദേഹം അഡ്രസ് ചെയ്യാനായിട്ട് അവിടെ ശ്രമിച്ചു. ഒരു പക്ഷേ നമ്മൾ ഇത്ര സ്ട്രോങ് ആയിട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടോ പുതിയ നോർമലുമായി ബന്ധപ്പെട്ടിട്ടോ സംസാരിക്കുമായിരുന്നില്ല. ആ സമയം ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റു പ്രധാനമന്ത്രിമാരോ നരേന്ദ്രമോദി തന്നെ മുമ്പ് സംസാരിച്ചിരിക്കുന്നതിന്റെ അത്രയും സമയമൊക്കെ തന്നെ അത് അതർവൈസ് എടുക്കുകയുള്ളായിരുന്നു. പക്ഷെ ജനങ്ങൾക്കൊരു റീഅഷുറൻസ്, ആ രീതിയിലത്തേക്ക് പാകിസ്ഥാന് നേരിട്ടുള്ള ഒരു മുന്നറിയിപ്പ്, ജനങ്ങൾക്ക് ഒരു റീഅഷുറൻസ് നൽകുക, തീവ്രവാദത്തിനോടും ന്യൂക്ലിയർ ഭീഷണിയോടും യാതൊരു വിധത്തിലും സന്ധി ചെയ്യില്ല എന്നുള്ള മുന്നറിയിപ്പ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുക ഈ ഒരു സമയത്ത്. അപ്പൊ അതെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനെ സമ്മറൈസ് ചെയ്യുന്നതിനോടൊപ്പം ഭാവിയിലേക്ക് എന്ത്, അവിടെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മിഷൻ സുദർശന ചക്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വരുന്നത്. അപ്പൊ ഭാവിയിലേക്ക് നമ്മൾ ഏത് രീതിയിലത്തേക്കാണ് സുരക്ഷ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് പറയുകയും ഒപ്പം നമ്മുടെ ഈ ന്യൂ നോർമൽ എന്ന് പറയുന്നതിനകത്തിൽ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകുകയില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള കർഷകരുടെ ആവശ്യത്തിന്, നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിന്, നേഷൻ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ജലസ്രോതസ്സുകളിലുള്ള നമ്മുടെ റൈറ്റ് സംരക്ഷിക്കപ്പെടും എന്ന രീതിയിലേക്കുള്ള ഒരു റീഅഷുറൻസ് ആണ് ഞാനതിൽ കേട്ടത്. അതല്ലാതെ പ്രകടമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയമോ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളോ അതിലേക്ക് കലർത്തുന്നു എന്ന രീതിയിലത്തേക്ക് ഞാൻ കാണുന്നില്ല. ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം അയാൾ കേൾക്കാനായിട്ട് സ്വാതന്ത്ര്യദിനത്തിൽ, കാരണം സ്വാതന്ത്ര്യത്തിനെ സംരക്ഷിക്കുന്ന ഒരു ശ്രമമാണല്ലോ ഓപ്പറേഷൻ സിന്ദൂർ, അതിനെ മറ്റൊരു രീതിയിലും നമുക്ക് കാണേണ്ടതില്ല. കാരണം നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള നടപടികൾ ഉണ്ടാവുകയും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിന്റെ ജീവഹാനി ഉണ്ടാവുകയും അത് മതാടിസ്ഥാനത്തിൽ പോലും ആവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യ ദിനത്തിൽ എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ ഫേസിലേക്ക് വരാം. ഇതിനകത്ത് ശ്രീജിത്ത് പറഞ്ഞ പോലെ ഈ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഭിമാനം ഊട്ടിയുറപ്പിക്കുക, അത് ഉയർത്തിപ്പിടിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിലൊരു നയതന്ത്ര സമീപനത്തിലുള്ള ഒരു വ്യത്യാസമുണ്ടോ ഇതിനകത്ത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. ഞാൻ അതിലേക്ക് കൂടി വരാം. ശ്രീ ഷാഹുൽ ഹമീദ് നമുക്കൊപ്പം ചേരുന്നു, മുസ്ലിം ലീഗ് നേതാവ്. ശ്രീ ഷാഹുൽ ഹമീദ്, ഓപ്പറേഷൻ സിന്ദൂർ 22 മിനിറ്റിൽ നിർത്തിവെച്ചു. അതിനകത്ത് രാഷ്ട്രീയ ധൈര്യമില്ലായ്മ കാരണമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ വിമാനങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂറിൽ വിമാനനഷ്ടങ്ങൾ സംഭവിച്ചതിൻ്റെ കണക്കുകൾ വിജയിച്ചിട്ടില്ല. ഈ നിർണായക വിജയവാദം എന്ന് പറയുന്നിടത്ത് അത് ഈ വാദത്തെ എല്ലാം ദുർബലപ്പെടുത്തുന്നുണ്ട്, ഇത്തരം ഉത്തരങ്ങളില്ലാത്തത്. ആത്മനിർഭർ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനമെന്ന് നരേന്ദ്രമോദി പറയുമ്പോഴും അത് തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്ന് കോൺഗ്രസ് പറയുന്ന ഒരു നിലപാടിനെ ഒപ്പം നിൽക്കുന്ന ചില കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഇത് 79ാം സ്വാതന്ത്ര്യദിനമാണ്. അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളുടെ ഭീഷണി, താരിഫ് വിഷയത്തിനകത്തൊക്കെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് ചില കാര്യങ്ങൾ പറയുകയാണ് ലോകത്തോട് എന്നുള്ളൊരു സന്ദേശം കൊടുക്കേണ്ട ഒരു ബാധ്യത ഇന്ത്യക്കുണ്ട്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നീണ്ട പ്രസംഗത്തിൽ നിർവഹിക്കുന്നു. അത് ഓരോ ഇന്ത്യക്കാരനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിനെ അങ്ങനെ അല്ലേ കണക്കാക്കേണ്ടത്? അതോ ഇത് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ്, പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മറച്ചു വയ്ക്കുന്നതിനുള്ള ചില തന്ത്രങ്ങൾ മാത്രമാണ് എന്ന് ലീഗും കരുതുന്നു? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരെ സംസാരിച്ചാലും, നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെക്കുറിച്ച് സംസാരിച്ചാലും, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ച് സംസാരിച്ചാലും നമുക്ക് ആ കാര്യത്തിലൊക്കെ വലിയ അഭിമാനമുണ്ട്. അതിൽ സംസാരിച്ചതിലൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. രാജ്യത്തിന്റെ അഭിമാനം എപ്പോഴും നിലനിൽക്കണം.
രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരായി ഭീകരവാദികൾക്കെതിരെയുള്ള പോരാട്ടം അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതിന് പ്രധാനമന്ത്രിക്ക് ആ ഘട്ടത്തിലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ വ്യക്തമായി പിന്തുണ നൽകിയതാണ്. മാത്രമല്ല, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ, ആ സിന്ദൂറിന്റെ നമ്മൾ എടുത്ത നിലപാടിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി വിവിധ രാജ്യങ്ങളിലേക്ക് പോയ പ്രതിനിധി സംഘത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രധാനമന്ത്രിക്ക് പിന്തുണ കൊടുത്തതാണ്. അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇവിടെ ഇല്ല. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയ ഈ ദിവസം, അതിന്റെ 79ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം അതൊരു രാഷ്ട്രീയ പ്രസംഗത്തിന്റെ വേദിയാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ രാജ്യത്ത് പിന്നെ RSSന് പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. RSS കഴിഞ്ഞ 100 വർഷമായി ലോകത്തിലെ ഏറ്റവും വലിയ NGO ആയ RSS ഇവിടെ ചെയ്ത സേവനങ്ങളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും. പക്ഷേ RSS അദ്ദേഹം പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് സാമൂഹിക നീതി വേണം. ങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചത്, ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ സാമൂഹിക നീതി ഉണ്ടാകുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ നീതി കിട്ടുന്നുണ്ടോ? ദളിതർക്ക് അവരുടെ നീതി കിട്ടുന്നുണ്ടോ? ഇന്ത്യയിലെ ദുർബല വിഭാഗങ്ങൾക്ക് അവരുടെ നീതി കിട്ടുന്നുണ്ടോ? ഇന്ത്യയിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് അവരുടെ നീതി കിട്ടുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? ഓരോ പ്രദേശങ്ങളിലും ഇപ്പൊ ഭയത്തോടു കൂടിയാണ് ആളുകളൊക്കെ ജീവിക്കുന്നത്. അപ്പോ ക്രിസ്ത്യൻ മിഷനറിമാരും അതുപോലെ തന്നെ അവരുടെ ബിഷപ്പുമാരും ഒക്കെ പറയുന്നത് പോലെ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഭീതിജനകമായ സാമൂഹിക സാഹചര്യത്തിൽ എവിടെ നിന്നാണ് നമുക്ക് സാമൂഹിക നീതി ഉണ്ട് ഈ രാജ്യത്ത് എന്ന് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നമുക്ക് പറയാൻ പറ്റുക? പാകിസ്ഥാനെതിരായിട്ട് അദ്ദേഹം വെല്ലുവിളിച്ചോട്ടെ, പാകിസ്ഥാനെതിരായിട്ട് യുദ്ധം ചെയ്തോട്ടെ, അതിലൊന്നും നമുക്ക് യാതൊരു സംശയവുമില്ല. അപ്പൊ നമുക്കിവിടെ പലരും ഞാൻ ഇതിൽ മീറ്റിംഗിൽ വരാൻ കുറച്ച് സമയമെടുത്തു, ചർച്ചയിൽ വരാൻ. അതുകൊണ്ടുണ്ടായ ചെറിയ തകരാറുകളാണ്. മുന്നേ പറഞ്ഞ ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മുഴുവനായി കേട്ടിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അമേരിക്കൻ പ്രസിഡന്റ് പല പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഈ യുദ്ധം നിർത്തിയത്. ചില സാങ്കേതിക വിഷയങ്ങൾ വളരെ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുകയാണ് അഡ്വക്കേറ്റ് ഷാഹിൽ ഹമീദ്. എനിക്ക് തോന്നുന്ന നമുക്ക് പെട്ടെന്ന് അത് പരിഹരിച്ച് താങ്കളിലേക്ക് തന്നെ തിരികെ വരാൻ തോന്നുന്നു. അദ്ദേഹം കയറിയതും അല്പം വൈകിയാണ്. സാങ്കേതിക പ്രശ്നം ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ വെല്ലുവിളിച്ചുകൊണ്ടൊരു കാര്യം, ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞോളൂ ശ്രീ ഷാഹിൽ ഹമീദ്. ആ സാങ്കേതിക തടസ്സം മാറിയെങ്കിൽ നമുക്ക് പറഞ്ഞോളൂ, തുടർന്നോളൂ. ഞാൻ പറയട്ടെ, ഞാൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ചെറിയ വിഷയം ഉണ്ടായിരുന്നു, പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, അമേരിക്കയുടെ ഏകാധിപതിയായി പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റിന്റെ പേര് പറഞ്ഞ് അദ്ദേഹം കള്ളനാണ് എന്ന് പറയാൻ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിട്ട് അദ്ദേഹത്തിന് സാധിച്ചോ? ഇന്നിപ്പോ അദ്ദേഹം പിന്നെ തീരുവയെക്കുറിച്ചും മറ്റുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെ വാചാലനായി. പക്ഷേ ഇന്ത്യ രാജ്യത്തെ ഇത്രമാത്രം അപമാനിച്ച അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് പോലും ആ ചെങ്കോട്ടയിൽ വെച്ച് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായില്ല. നമ്മൾ മനസ്സിലാക്കണത്. അപ്പോ ഈ പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് കയറി മതത്തിന്റെ പേര് ചോദിച്ചുകൊണ്ട് ആളുകളെ വെടിവെച്ച് കൊന്ന ആ പിന്നെ തീവ്രവാദികൾ, ഭീകരവാദികൾ, അവർക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ നമ്മൾ 100% രാജ്യത്തിന്റെ കൂടെയാണ്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. ഏത് നിലയിലും രാജ്യത്തിന്റെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അപ്പോഴും ഒരുപാട് സംശയങ്ങൾ അവിടെ ബാക്കിയുണ്ട്. അദ്ദേഹം പിന്നെ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോ 1 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ അവസാനിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ചെലവഴിക്കും, എന്റെ ഗവൺമെന്റ് ചെലവഴിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ന് 49 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലൂടെ ഈ രാജ്യം കടന്നു പോവുകയാണ്. ഏറ്റവും വലിയ യുവാക്കള് 30,000-ഓളം യുവാക്കള് 5 വർഷം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് വിവിധ ഏജൻസികളുടെ കണക്കുകൾ പറയാണ്. തൊഴിലില്ലാത്തത് കൊണ്ട്. പട്ടിണിയെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചല്ലോ, പട്ടിണി മാറ്റുമെന്ന് പറഞ്ഞല്ലോ. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ രാജ്യം 125 രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ ആ നമ്മുടെ രാജ്യത്തിന്റെ പട്ടിണിയുടെ തോത്
ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പട്ടിണി കിടന്ന് മരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുടെ തുല്യമാണ് എന്ന് യൂറോപ്പിലെ പിന്നെ പഠന സംഘങ്ങൾ നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. 111 സ്ഥാനത്താണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ സാമ്പത്തിക രംഗം വളരുന്നു എന്ന് പറയുന്നു, നമ്മുടെ രാജ്യം കുതിച്ചു ചാടുന്നു എന്ന് പറയുന്നു. വലിയ അംബാനിമാരും അതുപോലെ തന്നെ അദാനിമാരും കുറച്ച് ആളുകൾ, വിരലിൽ എണ്ണാവുന്ന ഒരു 10ഓ 25ഓ മാക്സിമം ഒരു 100 ആളുകൾ അവർ പണമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ പട്ടിണി പാവങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. ലോകത്തിന്റെ മുന്നിലുള്ള ഒരു കണക്കും ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ അവരുടെ പട്ടിണി മാറി എന്ന് പറയുന്ന ഒരു കണക്കില്ല. ഇന്ത്യയിലെ സാമൂഹിക നീതി ഒരു രംഗത്തും, നമ്മുടെ രാജ്യത്ത് സാമൂഹിക നീതി ദളിതർക്കാണെങ്കിലും പിന്നെ ന്യൂനപക്ഷങ്ങൾക്കാണെങ്കിലും അവർക്ക് സാമൂഹിക മതപരമായ നീതി ലഭിച്ചു എന്ന് ഒരു കണക്കും ലോകത്തെവിടെയും പറയുന്നില്ല. അദ്ദേഹം വാചാലമായി കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഞാൻ ചോദിക്കട്ടെ പറഞ്ഞ, ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന രൂപത്തിൽ ഒരു തീരുവ പ്രഖ്യാപിച്ചല്ലോ. 50% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ. ആ തീരുവ പ്രഖ്യാപിച്ചപ്പോ സഡനായി അതിന് എതിരെ മറുപടി നൽകാൻ നമുക്ക് സാധിച്ചോ? ഓപ്പറേഷൻ സിന്ദൂരിൽ വിജയത്തിന്റെ കഥകൾ അദ്ദേഹം പറഞ്ഞല്ലോ. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാണ് ഇന്ത്യ രാജ്യം യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങിയത് എന്ന്. പക്ഷേ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മുടെ രാജ്യത്ത് കയറി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ 24 മണിക്കൂർ കൊണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം, ദിവസങ്ങളെ കൊണ്ട് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിന്റെ തൊട്ടപ്പുറത്ത് പോയി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ, പാകിസ്ഥാനെ 2 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കിയ, അതിനേക്കാൾ ഉപരി ലക്ഷക്കണക്കിന് പാകിസ്ഥാൻ സൈന്യങ്ങളെ കൊണ്ട് സറണ്ടറിംഗ് സെറിമണി നടത്തിയ, അതൊക്കെ കണ്ട് അമേരിക്കക്കാരൻ നമ്മളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നല്ലോ. നമ്മുടെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. 7ാം പടക്കപ്പൽ വരുന്നുണ്ട് ഈ രാജ്യത്തെ തകർക്കാൻ എന്ന് പറഞ്ഞപ്പോ 7ാം പടക്കപ്പലല്ല 14ാം പടക്കപ്പൽ വന്നാലും ഈ രാജ്യത്തിന്റെ സമുദ്രാതിർത്തിക്കുള്ളിൽ ഏതെങ്കിലും ഒരു പടക്കപ്പൽ വന്നാൽ അവൻ എങ്ങനെ തിരിച്ചു പോകണം, ജീവനോടുകൂടിയാണോ അല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയാൻ ചങ്കൂറ്റം കാട്ടിയ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. ആ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ ധൈര്യമുണ്ടോ? നോക്കൂ നിങ്ങൾ, പാകിസ്ഥാന്റെ പിന്നെ സൈനിക മേധാവി എവിടെ പോയിട്ട് പറയാണ്, ഇന്ത്യയെ ഞങ്ങൾ ആറ്റം ബോംബ് പ്രയോഗിക്കും, ഇന്ത്യയെ ഞങ്ങൾ തകർക്കും, മാത്രമല്ല ഞങ്ങൾക്കെതിരായി ഇനിയും യുദ്ധം പ്രഖ്യാപിച്ചാൽ ലോകത്തിന്റെ പകുതി നശിപ്പിച്ചിട്ടേ ഞങ്ങൾ അടങ്ങൂ എന്നൊക്കെ പറയാൻ ചങ്കൂറ്റം കാട്ടിയ പാകിസ്ഥാന്റെ സൈനിക മേധാവി അവിടെ ഉണ്ടാകുമ്പോ നമ്മുടെ പ്രധാനമന്ത്രിയെ ഒന്ന് മൈൻഡ് ചെയ്യാൻ അവർ തയ്യാറാകുന്നുണ്ടോ? മനസ്സിലാക്കട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു. നമ്മുടെ രാജ്യം എല്ലാവരുടെ മുന്നിലും അന്തസ്സോടുകൂടി നിന്നിരുന്ന ഒരു രാജ്യം നമ്മുടെ രാജ്യം. പാകിസ്ഥാൻ ആണെങ്കിലും ചൈനയാണെങ്കിലും അമേരിക്കയാണെങ്കിലും ആരോടും ചങ്കൂറ്റത്തോടു കൂടി പറയാൻ കൽപ്പുണ്ടായിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? നമ്മൾ പാകിസ്ഥാനുമായിട്ട് നയതന്ത്ര ബന്ധമില്ല, ചൈനയുമായിട്ട് നയതന്ത്ര ബന്ധമില്ല, ബംഗ്ലാദേശുമായി നയതന്ത്ര ബന്ധമില്ല, പിന്നെ ശ്രീലങ്കയുമായി നയതന്ത്ര ബന്ധമില്ല. ഒരു ചെറിയ ഈർക്കിളി രാജ്യമായ മാലിദ്വീപുകാരൻ വരെ നമ്മളെ കൊഞ്ഞണം കാട്ടുന്ന ഒരു സാഹചര്യം ആരുണ്ടാക്കി? എങ്ങനെ ഈ രാജ്യത്തുണ്ടായി? ലോക രാജ്യങ്ങളെ നിയന്ത്രിച്ചിരുന്ന, 3ാം ലോക രാജ്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന, ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും മധ്യസ്ഥത വഹിച്ചിരുന്ന ഈ രാജ്യത്തിന്റെ നയതന്ത്ര അന്താരാഷ്ട്ര രംഗത്ത് ഇത്രമാത്രം അധപ്പതിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി? അദ്ദേഹം അവിടെ കിടന്ന് ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് പറയുമ്പോ നമ്മുടെ രാജ്യം ലോക രാജ്യങ്ങൾക്കിടയിൽ പിന്നോക്കം പോയ കാര്യം കൂടി അദ്ദേഹം പറയേണ്ടിയിരുന്നു. പിന്നെ അദ്ദേഹം കർഷകരെ കുറിച്ച് പറഞ്ഞു. കർഷകരുടെ അവസ്ഥ എന്താണ്? ഒരു കാലത്ത് 70% കർഷകരുണ്ടായിരുന്ന ഈ രാജ്യത്ത് ഇന്ന് 28%. നമുക്കറിയാം 28 കോടി ജനങ്ങളാണ് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അവർ ചെലവാക്കുന്ന ചെലവിനനുസരിച്ച് വരുമാനമില്ല നമ്മുടെ രാജ്യത്ത്, വരുമാനമില്ല. അവര് ആത്മഹത്യ ചെയ്യാണ്. കർഷകർ നിരന്തരം അവരുടെ പ്രശ്നങ്ങൾ ശരി ശ്രീ ഷാഹുൽ ഹമീദ്, അതായത് ചോദ്യങ്ങൾക്ക് അകത്തുത്തരം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിഷയം ഒരു വശത്തുണ്ട്. അതിന് മറുപടി പറയാൻ നമ്മുടെ പാനലിസ്റ്റുകൾ കയറാം. ഈ ശ്രീ കേണൽ ഡിന്നി, സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാ കാലത്തും പ്രധാനമന്ത്രിമാർ നടത്തുന്ന ആ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തലം കൂടിയുണ്ടോ? ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അത് തുടരുകയാണ് എന്ന് രാജ്യവും പ്രതിരോധ മന്ത്രാലയങ്ങളും ഒക്കെ പലതവണ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. ഇനി ഈ ഉമ്മാക്കിയൊന്നും കാട്ടി പേടിപ്പിക്കേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും
ചില പ്രദേശങ്ങളിൽ സ്കർദു, കോട്ട്ലി തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ പാകിസ്ഥാൻ വ്യോമ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണ്, ശക്തമാക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ആഗോള മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു വല്ലാത്തൊരു പിരിമുറുക്കത്തിലേക്ക് അതിർത്തി കടക്കുന്നുണ്ട്. അതുകൊണ്ട് സജ്ജരാകൂ എന്നുള്ളൊരു സന്ദേശം കൂടി ഇതിനകത്തുണ്ട്. അതാണ് പറയുന്നത്. ഇത് ഒരു വാണിങ്ങിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു അസന്നിഗ്ധമായ ഒരു ഘട്ടത്തിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളൊരു സൂചന ഇതിനകത്തുണ്ടോ? മാം, ഞാൻ കാരണം ഇതിനകത്ത് എന്റെ മുന്നിൽ സംസാരിച്ച രണ്ടുപേര്, പ്രത്യേകിച്ച് ശ്രീ വേണു ആൻഡ് ഇപ്പം സംസാരിച്ച ശ്രീ ഷാഹിദ്, അദ്ദേഹം രണ്ടുപേരും ഈ ടോപ്പിക് വിട്ടിട്ട് പല കാര്യങ്ങളിലോട്ടാണ് പോയത്. ആക്ച്വലി ഇത് ടോപ്പിക് വിരട്ടൽ വേണ്ട എന്നായിരുന്നു ടോപ്പിക്, പക്ഷെ ആ ടോപ്പിക് വിട്ടിട്ട് കംപ്ലീറ്റ്ലി രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ആൻസർ അത് കൊടുക്കാനുള്ള ഒരു സമയം എനിക്ക് തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാഡത്തിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അത് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, വലിയൊരു ഇഷ്യൂ അതിനകത്തില്ല. ഇനി ഞാൻ വേണു പറഞ്ഞതിനകത്ത് ഫസ്റ്റ് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞു അതിനകത്ത് RSSനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിനകത്തൊരു വിയോജിപ്പ്, അദ്ദേഹത്തിന്റെ വിയോജിപ്പ് ഒക്കെ ഫൈൻ, അദ്ദേഹത്തിന് അതിന്റെ ഒരു വിയോജിപ്പ് ഞാനത് ഉൾക്കൊള്ളുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ RSSനെ എതിർക്കുന്നുണ്ട്, അതായത് ധാരാളം ആളുകൾ RSSനെ എതിർക്കുന്നുണ്ട്, അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. അങ്ങനെയാണെങ്കിൽ എതിർക്കുന്നുണ്ടായിരുന്നെങ്കിൽ ശ്രീ മോദിക്ക് പോലും അവിടെ ഇതിൽ നിന്ന് ഇങ്ങനത്തെ സ്പീച്ച് കഴിഞ്ഞ 12 വർഷമായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നരേന്ദ്രമോദിയെ എതിർക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതൊരു ലോജിക് അല്ല. നമ്മൾ കണ്ട ഇന്ന് അദ്ദേഹം പറഞ്ഞെന്താണ്, 100 വർഷമായിട്ട് 1925 തുടങ്ങിയ ഒരു സംഘടന 2025 ആയപ്പം 100 വർഷം കഴിഞ്ഞു. അങ്ങനെ 100 വർഷമായിട്ട് ലോകത്തെ ഏറ്റവും വലിയ NGO ആയിട്ടുള്ള കൾച്ചറൽ ഓർഗനൈസേഷനുള്ള വേറെ ഇന്ത്യയിൽ ഇന്ന് വേറെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ വാദം ഞാൻ പറയാം, ശരിയാണ്, അത് കറക്റ്റ് ആണ്. ഒരൊറ്റ സംഘടന പോലും 100 ഇയേഴ്സ് ആയിട്ട് 100 വർഷമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പല ഭാഗങ്ങളായിട്ട് പോകാത്ത വേറെ ഒരു സംഘടനയും ഇല്ല. അതാണ് ഒന്ന്. രണ്ടാമതായിട്ട് ഇന്ന് ഭാരതം ഭരിക്കുന്ന ഈ സംഘടനയുടെ തന്നെ പല ആളുകളുമാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ഇനി അങ്ങ് പറഞ്ഞ് ഇതിനെ എതിർക്കുന്ന ആളുകളുണ്ടെന്ന്, പക്ഷെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളും ധാരാളമുണ്ട്. അതിന്റെ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ജസ്റ്റിസ് KT തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രീം കോർട്ട് ജഡ്ജ് ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അംബാസിഡർഷിപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രിബ്യൂണലിലോ അല്ലെങ്കിൽ ഒന്നും പോയിട്ടില്ല. അദ്ദേഹം റിട്ടയർ ആയിട്ട് അദ്ദേഹം കോട്ടയത്ത് തന്നെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ രാജ്യത്തിനെ ഈ രാജ്യത്തിനെ രാജ്യമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിർത്തുന്ന 4 ഘടകങ്ങളാണ്. ഒന്ന് അദ്ദേഹം പറഞ്ഞ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഇന്ത്യൻ ജുഡീഷ്യറി. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ ഇന്ത്യൻ സൈന്യം. നാലാമത് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ സ്വയംസേവക് സംഘ്. അത് തന്നെയാണ്, അതിന്റെ എസൻസ് ആണ് ഇന്ന് പ്രൈം മിനിസ്റ്റർ മോദിയും അവിടെ വെച്ച് പറഞ്ഞത്. അതായത് 100 വർഷമായിട്ട് ഒരു മനുഷ്യന്റെ നല്ല വശങ്ങൾ വളർത്തിക്കൊണ്ട് വന്ന് സമൂഹത്തിന് നന്നാക്കി രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകണം. അതിനകത്ത് ധാരാളം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ആ വിഷയത്തിലേക്ക് ഞാൻ ഇനി കൂടുതൽ പോകുന്നില്ല. ഇനി അദ്ദേഹം പറഞ്ഞു, പിന്നെ അദ്ദേഹം ശ്രീ ഷാഹുൽ പറഞ്ഞത്, അതായത് പല കാര്യങ്ങൾ അദ്ദേഹം കോട്ട് ചെയ്തു. അതായത് കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു, നമ്മൾ ഏറ്റവും പാവപ്പെട്ട രാജ്യമാണ്, നമ്മളിവിടെ പട്ടിണിയാണ്, നമ്മളിവിടെ ധാരാളം പ്രശ്നങ്ങൾ ഉള്ളതാണ് എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഞാൻ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങോട്ട് പറയാം. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഏകദേശം 25 കോടി ആളുകളാണ് ബിലോ പോവർട്ടി ലൈനിൽ നിന്ന് പുറത്തോട്ടേക്ക് വന്നിരിക്കുന്നത്. 85 കോടി ആളുകൾക്ക് ഇപ്പോഴും ഫ്രീ ആയിട്ടുള്ള റേഷൻ കൊടുക്കുന്നുണ്ട്. അത് കോവിഡ് സമയത്ത് ഉള്ളതിനാണ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. 16 കോടി ആളുകൾക്ക് ടാപ്പ് വാട്ടർ വീട്ടിലേക്ക് വെള്ളം എത്തിച്ചിട്ടുണ്ട്. ഇത്ര വർഷമായിട്ട് ഇല്ലായിരുന്നു, ഈ 10 വർഷത്തിനിടയ്ക്ക് വന്നതാണ്. 5 കോടി ആളുകൾക്ക് വീട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും നമുക്ക് നന്നായിട്ടറിയാം, പല ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. 5 കോടി കിട്ടിയിട്ടുണ്ട്. 12 കോടി ആളുകൾക്ക് ടോയ്ലറ്റ് ഇല്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ഒരു തലക്കെട്ട് ഞാൻ വായിച്ചത്, ആദ്യത്തെ ശ്രീ നരേന്ദ്രമോദിയുടെ റെഡ് ഫോർട്ടിൽ നിന്ന് പറഞ്ഞത് അദ്ദേഹം ടോയ്ലറ്റ് നിർമ്മിക്കും എന്നായിരുന്നു. അന്ന് കേരളത്തിലുള്ള ആളുകൾ വളരെ പുച്ഛത്തോടെ പല മരിച്ചുപോയ ചില നേതാക്കന്മാർ വളരെ പുച്ഛത്തോടെ അന്ന് പറഞ്ഞിരുന്നു കക്കൂസ് ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളത്. പക്ഷെ ഇന്ന് 12ാം തവണ അദ്ദേഹം പറഞ്ഞെന്താണ്, സെമി കണ്ടക്ടറിൽ ഇന്ത്യ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നു. അപ്പൊ അതാണ് ആ ട്രാൻസ്ഫോർമേഷൻ. ഈ 12 വർഷം കൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വന്നത്. 12 കോടി ടോയ്ലറ്റ്സ് അദ്ദേഹം കൊടുത്തു. ഇനി അദ്ദേഹം പറഞ്ഞു ഫാർമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കർഷകർ വലിയ പ്രശ്നമാണെന്ന്. കറക്റ്റാണ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ പരിഹാരമായിട്ട് 3.5 ലക്ഷം കോടി രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അതായത് ഓരോ 2000 രൂപ വെച്ചിട്ട് 6000 രൂപയുടെ ഒരു രീതിയിലേക്ക് കേരളത്തിലെ ഇൻക്ലൂഡിങ് പല ആളുകൾക്കും അത് വന്നിട്ടുണ്ട്. അപ്പൊ അത് ആർക്കും കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഇനി അദ്ദേഹം പറഞ്ഞു ദലിത് ആളുകൾക്ക്, മറ്റ് സമുദായങ്ങളുള്ള ആളുകൾക്കൊക്കെ എന്താണെന്ന് ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞ് അതിന്റെ ഞാൻ പറയാം. നോക്കൂ, മെഡിക്കൽ കോളേജ് 2014 387 മാത്രമേ ഉള്ളായിരുന്നു മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ മൊത്തം. 2024 780 മെഡിക്കൽ കോളേജായി മാറി. അവിടെ
ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ വേക്കൻസീസ് 2014 3000 മാത്രമേ ഉള്ളൂ. അതായത് 3000 ഡോക്ടേഴ്സ് മാത്രമേ വരുത്തുള്ളായിരുന്നു. 2024 ആയപ്പോൾ 9000 ഡോക്ടേഴ്സ് ആണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വരുന്നത്. OBCയിൽ 2014 14,000 ഡോക്ടേഴ്സ് മാത്രമേ വരുത്തുള്ളായിരുന്നു. ഇന്നത് കൂടി 32,000 ഡോക്ടേഴ്സ് OBC കമ്മ്യൂണിറ്റിയിൽ വരുന്നു. പിന്നെ മിഡിൽ ക്ലാസ്സിന് 12 ലക്ഷം രൂപയാണ് ടാക്സ് എക്സംഷൻ ആയിട്ട് കൊടുത്തത്. നമ്മൾ എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള 12 ലക്ഷം രൂപയാണ് ടാക്സ് എക്സംഷൻ ആയിട്ട് പോയിട്ടുള്ളത്. ഇനി ജന ഔഷധി കേന്ദ്ര, നമുക്കറിയാം പലരും നമ്മളും ഒക്കെ പോയി അവിടെ നിന്ന് മരുന്ന് വാങ്ങിക്കുന്നതാണ്. 85% മരുന്നിന്റെ വില കുറവാണ്. ഇതെല്ലാം ചെയ്തത് ശ്രീ നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പം നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പം നമ്മൾ ഏത് ഡാറ്റയാണ് വായിക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള ഡാറ്റയാണോ വായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആധികാരികമായിട്ടുള്ള ഡാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാ റിപ്പോർട്ട്സും IMF ആയാലും ശരി, വേൾഡ് ബാങ്ക് ആയാലും ശരി, നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി എടുത്താലും ഏറ്റവും കൂടുതൽ എക്കോണമിക് ഗ്രോത്ത് ആയിട്ടുള്ള ഒരു കൺട്രി അത് ഭാരതമാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. 6.5% GDP ആവറേജ് ഗ്രോത്ത് ആയിട്ട് ഏറ്റവും വലിയൊരു എക്കോണമി ഇന്ത്യ മാത്രമേ ഉള്ളൂ. ചൈനയും ഇത്രയും വരുന്നില്ല, അമേരിക്ക ഒട്ടുമില്ല, യൂറോപ്പ് വളരെ താഴെയാണ്. സോ നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ അതിനെ വളച്ചൊടിച്ച് ആ രീതിയിലേക്ക് നറേറ്റീവ് കൊണ്ടുവരാനുള്ള ശ്രമം ദയവായി നടത്തരുത്. അത് തെറ്റാണ്. കാരണം ഇതെല്ലാം ഈ ആളുകളെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്തുകൊണ്ടാണ് മൂന്നാം തവണയും ശ്രീ നരേന്ദ്രമോദി സർക്കാർ വന്നിട്ടുള്ളത്. അതിനകത്ത് യാതൊരു സംശയം. അല്ലാതെ നമ്മൾ ആളുകളെല്ലാം വിഡ്ഢികളാണ്, അവർക്കൊന്നും അറിയത്തില്ല, അതൊക്കെ പണ്ടായി പോയി. ഇപ്പൊ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, എവിടുന്നാണ് വരുന്നത്, ആരാണ് തരുന്നത്, ആരാണ് ട്രിപ്പിൾ തലാക്ക് മാറ്റിയത്, ഇതെല്ലാം ആളുകൾക്ക് അറിയാം. അങ്ങനത്തെ ആളുകളൊക്കെ ശ്രീ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സ്പീച്ച്, അതിനകത്ത് രാഷ്ട്രീയം എനിക്കറിയത്തില്ല എങ്ങനെയാണ് വന്നതെന്നുള്ളത്. അദ്ദേഹം ശ്രീജിത്ത് പണിക്കർ അതിനകത്ത് ഓൾറെഡി കവർ ചെയ്തു. അദ്ദേഹം കുറെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ സെമി കണ്ടക്ടറിന്റെ കാര്യം പറഞ്ഞു. അതായത് മിഷൻ മോഡിൽ 50-60 വർഷമായിട്ട് നമ്മൾ സെമി കണ്ടക്ടറിനെ കുറിച്ച് ചിന്തിച്ചു. പക്ഷെ അടുത്ത 10 വർഷത്തിനുള്ളിൽ സെമി കണ്ടക്ടർ സൂപ്പർ പവറായി മാറണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ന്യൂക്ലിയർ എനർജിയുടെ 2047 ആകുമ്പോൾ 10 തവണ അതിന് കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. GST റിഫോംസിനെ കുറിച്ച് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിരുന്നു. ദിവാലിയിൽ വരുമ്പോൾ ആ GSTയിലെ റിഫോംസ് വരും. അതുകൊണ്ട് അതിനകത്ത് ധാരാളം നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഇനി വേറൊരു കാര്യം, അതായത് ഒരു ടാസ്ക് ഫോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഭാരതത്തിനെ 2047 ആകുമ്പോഴത്തേക്ക് ഒരു 10 ട്രില്യൺ എക്കോണമി ആക്കണമെങ്കിൽ അതിനൊരു ടാസ്ക് ഫോഴ്സ് കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് അത് ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം കോടി രൂപ PM വികസിത് ഭാരത് റോസ്ഗാർ യോജന, അത് അദ്ദേഹം പറഞ്ഞു യുവാക്കൾക്ക് വേണ്ടി 10,000 രൂപ പെർ മന്ത് ആണ് കൊടുക്കുന്നത്. ഇനി ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അവിടെ ആരും അത് ആക്ച്വലി അത് സൂചിപ്പിച്ചില്ല. ഒരു ഹൈ പവർ ഡെമോഗ്രഫി മിഷൻ. അതായത് ഈ പ്രത്യേകിച്ച് ഇന്ത്യയുടെ നെയ്ബറിംഗ് രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള നുഴഞ്ഞൽ കയറ്റം വരുന്നതും ഇവിടെ ഡെമോഗ്രഫി മാറുന്നതായിട്ടുള്ള ഒരു കാര്യം ഉണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അതൊക്കെ തന്നെയാണ് ബീഹാറിലെ SIRലും പല കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ അതിനു വേണ്ടി ഒരു സയന്റിഫിക് ആയിട്ട് ഗവൺമെന്റ് മോണിറ്റർ ചെയ്ത് ഒരു ഹൈ പവർ ഡെമോഗ്രഫി മിഷൻ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ്. അത് വളരെ വളരെ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം അങ്ങനെ വന്നില്ലെങ്കിൽ പല സ്ഥലത്തും പല പ്രശ്നങ്ങളും ഓൾറെഡി വന്നിട്ടുണ്ട്. അത് മാറ്റി കിട്ടാനുള്ളതാണ്. ഇനി എനർജി ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറഞ്ഞു. സമുദ്രമന്ഥൻ, അതായത് ഡീപ്പ് വാട്ടർ എക്സ്കവേഷൻ. നമ്മുടെ രാജ്യത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു പല റിപ്പോർട്ട്സും ആൻഡമാൻ നിക്കോബാറിൽ അതിന്റെ ഐലൻഡ്സിനടുത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഓയിൽ റിസർവ്സ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി യുവാക്കളിൽ അദ്ദേഹം പറഞ്ഞു, നമുക്കറിയാം നമ്മളെ ഫൈറ്റർ ജെറ്റ്സിന്റെ എഞ്ചിൻ ഇന്ത്യയിലല്ല വരുന്നത്, അത് അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി അടുത്ത നമ്മുടെ ഒരു എയിം അല്ല ശ്രീ കേണൽ ഡിനി, ഞാൻ അതിന്റെ സമയ വിഷയം കൊണ്ട് അപ്പോഴും ട്രംപിന്റെ പേരെടുത്ത് പറയുന്നില്ലല്ലോ. ഒരു ലോക നേതാവ് എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട് ട്രംപിന്റെ പേരെടുത്ത് പറയുന്നില്ല എന്നുള്ളത് അത് സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമല്ലേ? നമുക്കൊന്ന് ചുരുക്കി അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഉത്തരം പറഞ്ഞാൽ അതൊരു ഡിപ്ലോമസിയാണ്. ശരി, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ രാഷ്ട്രീയവും ഡിപ്ലോമസിയും തമ്മിൽ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയത്തിൽ ആർക്കും ആരുടെ പേര് പറഞ്ഞ് അങ്ങനെ ചെയ്യാം. ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു രാജ്യമായിട്ടാണ്. ഡൊണാൾഡ് ട്രംപ് അല്ല അമേരിക്ക. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ്, അടുത്തൊരു 3 വർഷം കഴിഞ്ഞ് അദ്ദേഹം പോകും. പക്ഷെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വലിയൊരു ബന്ധമുണ്ട്, വലിയ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബന്ധമുണ്ട്, മിലിറ്ററി ബന്ധമുണ്ട്, എക്കണോമിക് ബന്ധമുണ്ട്. അത് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അത് മാറുന്നതല്ല. അപ്പൊ ചില കാര്യങ്ങൾ ഡിപ്ലോമസിയിൽ ചെയ്യാൻ പാടില്ല, ചെയ്യത്തില്ല. അതാണ് നോർമൽ ആയിട്ടുള്ള രീതി. ഏതൊരു ഡിപ്ലോമാറ്റ്സിന് ചോദിച്ചാലും അങ്ങനെ പേരെടുത്ത് നമ്മൾ, അതായത് താരിഫ് വിഷയത്തിൽ പേരെടുത്ത് നമുക്ക് പറയാം, പക്ഷെ ഇതിനകത്ത് നമുക്ക് ആ പേരെടുത്ത് പറയാൻ കഴിയാത്തത് നമ്മൾ ആ നയതന്ത്ര ബന്ധം ഇല്ലാതാക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പ്രൈം മിനിസ്റ്റർ മോദി പാകിസ്ഥാൻ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു. അദ്ദേഹം ഹമാരാ ദുഷ്മൻ ദേശ്, ഹമാരെ ഖിലാഫ് കാം കർത്തെ, ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ചൈന എന്നുള്ള വാക്ക് പറഞ്ഞു ഇല്ലല്ലോ. പാകിസ്ഥാൻ എന്നുള്ള പേര് പോലും പറഞ്ഞില്ല. ജലാൽ അസീം മുനി എന്നുള്ള പേര് പറഞ്ഞു ഇല്ല, ഒരിക്കലുമില്ല.
അപ്പൊ അതാണ് പറഞ്ഞത്. ഇന്നേ വരെ ശ്രീ നരേന്ദ്രമോദി ബലൂചിസ്ഥാൻ എന്നുള്ള വാക്ക് അല്ല 2016 അപ്പൊ ഞാൻ ചോദിക്കാൻ വെച്ചൊരു ചോദ്യം ഞാൻ ശ്രീധരോട് ചോദിക്കാൻ നിൽക്കാൻ. അപ്പോൾ ഒരു മൃദു നയതന്ത്രത്തിൽ നമ്മൾ മാറുകയാണ്, ഇനി അതല്ല എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഇപ്പോഴും മൃദു നയതന്ത്രത്തിൽ തന്നെയാണ് എന്നുകൂടിയാണ്. മൃദുവല്ല, നമ്മൾ സ്മാർട്ട് നയതന്ത്രത്തിലാണ്. അതായത് സ്മാർട്ട് നയതന്ത്രം, അതായത് നോക്കൂ, ഈ ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് വെസ്റ്റേൺ അനലിസ്റ്റ് വരെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തായാലും നമ്മൾ റിയാക്ട് ചെയ്യണമായിരുന്നു. അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല. കാരണം ഈ ഇതുപോലത്തെ ടാരിഫ് ഇപ്പൊ ചൈനയായിട്ട് അദ്ദേഹം കുറച്ചുകൊണ്ടുവന്നില്ലേ, മറ്റ് പല രാജ്യങ്ങളായിട്ട് അദ്ദേഹം കുറച്ചു കൂട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ഇന്ത്യയും US തമ്മിൽ ഒഫീഷ്യൽ ലെവലിൽ ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ചർച്ചയുടെ ഇടയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് പോലൊരു വ്യക്തി, അദ്ദേഹം ആരൊക്കെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജോ ബൈഡനെ കുറിച്ച്, ബറാക് ഒബാമയെ കുറിച്ച്, അവരുടെ രാജ്യത്തിന്റെ തന്നെ മുൻ പ്രസിഡന്റുമാരെ കുറിച്ച് എന്തൊക്കെ ആക്ഷേപമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശരി. എനിക്ക് അതിലൊരു വിയോജിപ്പുണ്ട്. ഞാനത് ശ്രീധരനൊക്കെ സമയവിഷയം കൊണ്ടാണ്. ശ്രീധർ, അത് ആണ് ശ്രീധർ യോജിക്കുന്നുണ്ടോ? അകത്ത് ആഭ്യന്തരമായിട്ട് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകും. ഒബാമയെക്കുറിച്ചും ഒക്കെ ബൈഡനെ കുറിച്ചും ഒക്കെ വിമർശനങ്ങൾ ഉണ്ടാകുന്ന പോലെ ഇതൊരു രാഷ്ട്രത്തിന്റെ അഭിമാനപരമായിട്ടുള്ള കാര്യമാണ്. ഇത് പ്രതിപക്ഷം വലിയ വിഷയം ഉന്നയിക്കുന്നതാണ്. ഈ അകത്ത് രണ്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡിപ്ലോമസി ഒരു ആഭ്യന്തര വിഷയമായി വരികയും അത് അഭിമാന പ്രശ്നമായി പ്രതിപക്ഷം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നിടത്ത് അത് പൊതിഞ്ഞു വെക്കേണ്ട കാര്യമുണ്ടോ? അതൊരു നയതന്ത്രമാണോ? ആ നയതന്ത്രമാണോ ഇന്ത്യ സ്വീകരിക്കേണ്ടത്? അതിലെനിക്കൊരു സംശയമുണ്ട്. അല്ല, ആ നയതന്ത്രം തന്നെയാണ് നമ്മൾ എല്ലാ കാലവും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലീഗിന്റെ പ്രതിനിധി ശ്രീ ഷാഹുൽ ഹമീദ് ഈ ചർച്ചയിൽ പറഞ്ഞത്, നോക്കൂ, രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ മോദി സംസാരിക്കണമെന്നാണ്, അദ്ദേഹം പേരെടുത്ത് പറയണം എന്നൊക്കെയാണ്. എന്നിട്ട് അദ്ദേഹം 7th ഫ്ലീറ്റുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ദിരാഗാന്ധി പറഞ്ഞതായിട്ടുള്ള ഒരു പബ്ലിക് റെക്കോർഡ്, ഒരു പാർലമെന്റ് റെക്കോർഡ് ഉണ്ടോ? അമേരിക്കൻ ഗവൺമെന്റ് എന്നോ പ്രസിഡന്റ് നിക്സൺ എന്നോ ഇന്ദിരാഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരു റെക്കോർഡ് ഉണ്ടോ? ഇന്ദിരാഗാന്ധിയുടെ പാർലമെന്ററി റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ കാണുന്നത് എക്സ്റ്റേണൽ പ്രഷർ, ഫോറിൻ പവർ, ഇങ്ങനെയുള്ള പേരുകളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിലുള്ള ഇങ്ങനെയുള്ള പദവികളിലേക്ക് വരുന്ന ആൾക്കാർ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് ഇവരുടെ ഒന്നും തന്നെ പേര് പറയാറില്ല. നമുക്ക് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള എക്സ്റ്റേണൽ പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫോറിൻ ത്രെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫോറിൻ പവേഴ്സ് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിശക്തമായിട്ട് നമ്മൾ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പാർലമെന്റിൽ ഇന്ദിരാഗാന്ധിയും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം നയതന്ത്രത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ഒരുപക്ഷെ തെറ്റായിട്ടാണ്. ഇന്ത്യൻ ഡിപ്ലോമസിയാണ് അത്. ആര് ഭരിച്ചു കഴിഞ്ഞാലും ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം ഇവർക്കൊക്കെ കുറേയധികം ബ്രീഫിംഗ് കിട്ടും, എങ്ങനെയാണ് നമ്മുടെ രാജ്യം പെരുമാറേണ്ടത് തുടങ്ങിയ കുറെ ബ്രീഫിംഗ് കിട്ടും. അത് മാറ്റിക്കൂടാ എന്നില്ല, പക്ഷെ അങ്ങനെ ആരും പൊതുവെ ചെയ്യാറില്ല. ഇപ്പൊ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ പേരെടുത്ത് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ജനറൽ അസീം മുനീറിന്റെ പേരെടുത്ത് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളെല്ലാം ഇപ്പോഴും ശത്രു രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചങ്ങനെ അടിക്കും എന്ന് മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ പേരെടുത്ത് അങ്ങനെ നോർമലി പറയാറില്ല. പേരെടുത്ത് പറഞ്ഞാലേ അത് ആണത്തമാകൂ, സ്ത്രീത്വമാകൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരും ചെയ്യാറില്ല എന്നുള്ളതാണ് ഒരു വശം. അദ്ദേഹം പറയുന്നത് ഈ ഡിപ്ലോമസിയുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇപ്പോൾ അയൽ രാജ്യങ്ങളുമായിട്ട് മോശമായ ബന്ധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ എനിക്ക് അത്ഭുതം തോന്നിയത് അദ്ദേഹം ശ്രീലങ്കയെയും മാൾഡീവ്സിനെയും ഒക്കെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ശ്രീലങ്കയുമായിട്ടൊക്കെ ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണ്. ശ്രീലങ്കയിൽ നമ്മുടെ നടൻ മോഹൻലാലിനെ വരെ അവർ ആദരിക്കുന്നത് നമ്മൾ കണ്ടു. വളരെ നല്ല ബന്ധമാണ് നമ്മളുമായിട്ട്. അദ്ദേഹം ഒരുപക്ഷെ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് പത്രമൊന്നും വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാൾഡീവ്സിൽ ഇത്തവണ അവരുടെ 60ാം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ മുഖ്യ അതിഥിയായിട്ട് അവർ വിളിച്ചുകൊണ്ട് പോയത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ അത് വളരെ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. കാരണം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ മാൾഡീവ്സ് നമ്മളെ നോക്കി കൊഞ്ഞനം കാണിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ അതിശക്തമായിട്ടുള്ള തിരിച്ചടി അവർക്കുണ്ടായി. നമ്മുടെ നാട്ടിൽ നിന്ന് പോലും മാൾഡീവ്സിലേക്കുള്ള ടൂറിസം വളരെ കൂടുതലായിട്ട് നടക്കാറുള്ളതാണ്. അത് വളരെ സിവിയറായിട്ട് അഫക്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു മൃദു സമീപനവുമായിട്ട് നമ്മളെ സ്വീകരിക്കാനായിട്ട് വീണ്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഡിഫറൻസസ് മറന്നുകൊണ്ട് മാൾഡീവ്സ് ആണ് മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ പോയിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രശ്നം, നമ്മൾ ഏതെങ്കിലും മേഖലയിൽ നയതന്ത്രപരമായിട്ട് സോഫ്റ്റ് ആകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ താരിഫാണ്. നോക്കൂ, അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് എത്ര തവണയാണ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് ഞാനാണ് മധ്യസ്ഥം വഹിച്ചത് എന്ന് പറഞ്ഞത് എന്ന്. വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം എന്താ? നോക്കൂ, നിങ്ങളുമായി ഞാൻ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യുദ്ധം നിങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ്. ശരി, നമ്മൾ ആ ഒരു കണ്ടീഷനാണ് സ്വീകരിച്ചതെന്ന് വെച്ചോ. നമ്മൾ അത് കേട്ട് യുദ്ധം നിർത്തി. ട്രേഡ് എവിടെ നടന്നേ? ഏത് ട്രേഡാണ് എന്നിട്ട് നടന്നേ? എന്നിട്ട് അവരെന്താ ഇപ്പോൾ ചെയ്യുക? 25% അതിപ്പോൾ 50% എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രസിഡന്റ് ട്രംപ് ഓണർ ചെയ്യണമായിരുന്നു. ഓണർ ചെയ്യുന്നില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടീഷന്റെ പുറത്തായിരുന്നുവെങ്കിൽ അതിന്റെ പേരിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പോലും അദ്ദേഹത്തിനെ നൊബൽ പ്രൈസിനും എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ടാക്സസ് താരിഫ് കുറച്ചാണ് കൊടുക്കേണ്ടത്.
കുറച്ചല്ല കൊടുത്തത്. എന്ന് വെച്ചാൽ എന്ത് കാരണം പറഞ്ഞാണോ താൻ ഈ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം ക്രെഡിറ്റ് എടുക്കുന്നത്, ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പോലും സത്യസന്ധതയില്ല. 25% എന്ന് പറയുമ്പോൾ തന്നെ കേട്ടിട്ടില്ലാത്ത താരിഫാണെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ദിവസം വന്നിട്ട് പറയാണ് 50% താരിഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ താരിഫ് എന്ന് പറയുന്നതോ ട്രേഡ് എന്ന് പറയുന്നതോ ആ സമയത്ത് ചർച്ചയിലേ വന്നിട്ടില്ല എന്ന്. ഇന്ന് നോക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സംസാരിച്ചത്. അദ്ദേഹം ഈ താരിഫിനെ നേരിട്ട് അമേരിക്ക താരിഫ് ഏർപ്പെടുത്തി എന്നാണോ അഡ്രസ് ചെയ്തിരിക്കുന്നത്? അല്ല, മറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ ടോപ്പ് പ്രയോറിറ്റിയിൽ ആരൊക്കെയുണ്ട്? ഫാർമേഴ്സ് ഉണ്ട്, ലൈഫ് സ്റ്റോക്ക് കീപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഫിഷർമെൻ ഉണ്ട് എന്ന് പറയുന്നു. വളരെ ക്ലിയർ അല്ലേ താരിഫാണ് അദ്ദേഹം റെഫർ ചെയ്യുന്നതെന്ന്? ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അഗ്രി പ്രോഡക്ട്സ് ഇവിടേക്ക് കൊണ്ടുവരണം, അത് അവരുടെ ഒരു റിക്വയർമെന്റ് ആണ്. എന്ന് വെച്ചാൽ അത് ഇവിടുത്തെ ഫാർമേഴ്സിന്റെ താല്പര്യത്തിനെയാണ് ഹനിക്കുന്നത് എന്നുള്ളത് ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫാർമേഴ്സ് ആണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്താണ്? അവരുടെ ഇൻട്രസ്റ്റിനെ ത്രട്ടൻ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള എന്തൊരു സമീപനം ഉണ്ടെങ്കിലും മോദി അവർക്കിടയിൽ ഒരു മതിലായിട്ട് നിൽക്കും എന്നാണ് സ്വയം അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഐ ആം ദ പ്രൊട്ടക്ടർ എന്ന് അദ്ദേഹം പറയുകയാണ്. എന്ന് വെച്ചാൽ അവിടെ അദ്ദേഹം റെഫർ ചെയ്യുന്നത് താരിഫിനെയാണ്. നേരിട്ട് അദ്ദേഹം വന്നിട്ട് അവിടെ നിന്നിട്ട് ഈ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അതോ നോക്കൂ ട്രംപ് നീ അങ്ങനെ വിളയാടണ്ട എന്നൊന്നും പറയില്ല. അങ്ങനെ പറയാൻ കഴിയില്ല. ഒരു ഡിപ്ലോമാറ്റിനെ ഇതൊരു നയതന്ത്രമാണ്. ഇത് ഇന്ത്യ എല്ലാ കാലത്തും സ്വീകരിച്ച ഒരു വിഷയമാണ്. ഞാൻ സമയ വിഷയം കൊണ്ടാണ് ശ്രീത്ത് ഇടപെട്ടത്. കോൺഗ്രസിന്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് പാകിസ്ഥാന്റെ പേര് പറയുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാലത്തും പാകിസ്ഥാന്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ട്രംപിന്റെ പേര് പറയാ? ഈ ഇൻഡസ് ട്രീറ്റി, വാട്ടർ ട്രീറ്റിയിലൊക്കെ ഒരു പഴയ ഒരു സൗഹൃദം അല്ലെങ്കിൽ പഴയ ഒരു ധാർമ്മികതയൊക്കെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ ഡിപ്ലോമസി നശിപ്പിക്കണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു പോകില്ലേ? ഉത്തരം ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചേരിചേരാ നയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും നമ്മുടെ എല്ലാ കാലത്തെയും വ്യാപാര ബന്ധങ്ങളും അതുപോലെ തന്നെ സൈനികമായിട്ടുള്ള പർച്ചേസുകളും എല്ലാം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രം റഷ്യയായിരുന്നു. ഈ മോദിയുടെ ഒരു വരവിന് ശേഷമാണ് നമ്മളൊരു അമേരിക്കൻ പക്ഷപാതത്തിലേക്ക് നീങ്ങുകയും ചൈനീസ് യുദ്ധം ഉണ്ടായപ്പോ ജോൺ എഫ് കെന്നഡിയോട് എനിക്ക് എയർ അസിസ്റ്റൻസ് വേണമെന്ന് പറഞ്ഞ് കത്തെഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. അത് പാർലമെന്റിൽ കോൺഗ്രസ് നിഷേധിച്ചതാണ്. പിന്നീട് കെന്നഡിയുടെ അസാസിനേഷന് ശേഷം അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റുകൾ അമേരിക്കൻ ഗവൺമെന്റ് ഡീക്ലാസിഫൈ ചെയ്തപ്പോ അതിൽ നെഹ്റുവിന്റെ കത്തുണ്ടായിരുന്നു. ഞാനത് തന്നെ പല ചർച്ചയിലും പറഞ്ഞിട്ടുള്ളതാണോ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1962 നെഹ്റുവിന്റെ പ്രസംഗം തന്നെ ഇതാണ്: ഞങ്ങളെ ഇപ്പോൾ സഹായിക്കുന്നവർ ആരാണെങ്കിലും ഞങ്ങളെ അവരുമായിട്ട് സഹായിക്കും. അതായത് F-104 B-52 അവരുടെ ബോംബർ വിമാനം, അതിന്റെ എത്ര സ്ക്വാഡ്രൺ ആണ് ഞങ്ങളെ തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് നെഹ്റു അമേരിക്കയെ ഒരു ഘട്ടത്തിൽ അവരുടെ സഹായം തേടിയിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും ഇന്ദിരാഗാന്ധിയും എഴുതിയിരുന്നു 71 മുമ്പ്, യുദ്ധത്തിന് മുമ്പ് ശ്രീമതി ഇന്ദിരാഗാന്ധിയും എഴുതിയിരുന്നു അമേരിക്കയ്ക്ക്. ഞാൻ പറഞ്ഞത് മൈ ഫ്രണ്ട് എന്ന് ഓപ്പണായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്ന ആളുകൾ ഒരു ദിവസം നേരം വെളുത്തപ്പോഴത്തേക്കും 25% താരിഫ് 50% മാറ്റിയപ്പോൾ എന്തായിരുന്നു മറ്റു രാജ്യങ്ങൾ ചെയ്തത്? അത് കാനഡ പോലും വളരെ ചെറിയൊരു രാജ്യമല്ലേ, അമേരിക്ക ഈ നടപടികൾ അവർക്കെതിരെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ 50 ടാക്സ് എങ്കിൽ 60 പ്രഖ്യാപിക്കാനും ആ പ്രഖ്യാപനം നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെങ്കിൽ ആ വെല്ലുവിളിക്കെതിരായിട്ട് ആ ടാക്സ് ഞങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തും എന്ന് പറയാനുള്ള ഒരു മര്യാദയും അല്ലെങ്കിൽ ഒരു ധൈര്യവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിക്കുന്നില്ല. അടുത്തത് അസീം മുനീർ ഒരു പ്രോട്ടോകോൾ പ്രകാരം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി അല്ലെങ്കിൽ ഒരു രാജ്യ തലവൻ ചെല്ലുമ്പോൾ ആ പ്രോട്ടോകോൾ പ്രകാരം 5ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്തോ നിൽക്കുന്ന ആളാണ് സൈനിക മേധാവി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വൈറ്റ് ഹൗസിൽ വിരുന്ന് കൊടുക്കുകയും അദ്ദേഹം ആ വൈറ്റ് ഹൗസിൽ കൊടുത്ത വിരുന്നിന്റെ പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നത്: ഞങ്ങൾ ഇത് ആറ്റം ബോംബ് പ്രയോഗിക്കാൻ പോകുന്നു, ഞങ്ങൾ ഇന്ത്യയെ തകർക്കാൻ പോകുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും അമേരിക്കയുടെ മണ്ണ് അതിനുവേണ്ടി വിനിയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാനുള്ള ഒരു ആർജവം എന്തേ നമ്മുടെ പ്രധാനമന്ത്രി കാണിക്കുന്നില്ല എന്ന് ഞങ്ങൾ അവസാനിപ്പിക്കും. ശ്രീ ഷാഹുൽ ഹമീദ്, താങ്കളിലേക്ക് കൂടി ഞാൻ സമയ വിഷയം കൊണ്ടാണ്. ശ്രീ ഷാഹുൽ ഹമീദ്, ഇതിൽ നയതന്ത്ര ബന്ധം സൂക്ഷിക്കേണ്ട, ഒരു ചേരാ നയം സൂക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യക്കുണ്ട്. ആ സ്മാർട്ട് നയതന്ത്രം എന്നാണ് പറഞ്ഞത്. ചുരുക്കമാക്കൾ അവസാനിപ്പിക്കാം. ഈ സ്മാർട്ട് നയതന്ത്രം എന്ന് പറയുമ്പോഴും അമേരിക്കയുടെ പേര് പോലും പറയുന്നില്ല, രാജ്യത്തിന്റെ പേര് പോലും പറയുന്നില്ല. കാരണം ഇപ്പോ അവർ സ്വീകരിച്ച നിലപാടുകൾ എന്താണ്?
നമ്മളോട് കാണിച്ചത് എന്താണ്? നമ്മൾ അമേരിക്കയോട് അത്രയും ഒട്ടി നിന്നിട്ടും മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞു പോയി കെട്ടിപ്പിടിച്ചിട്ടും ഡൊണാൾഡ് ട്രംപിന് പിന്നെ അഹമ്മദാബാദിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടും ഒക്കെ ഇത്രയും നന്ദിയില്ലാത്ത ഒരു പ്രവർത്തനം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സാഹചര്യത്തിൽ അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ പാകിസ്ഥാനോട് അമേരിക്ക എന്താ സ്വീകരിക്കുന്നത്? നമ്മുടെ ആളുകളെ കൊന്നൊടുക്കുന്ന, ഭീകരവാദത്തിന് കുടപിടിക്കുന്ന, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ പ്രസിഡന്റും പാകിസ്ഥാന്റെ സൈനിക മേധാവി എവിടെ പോയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണം എന്താണ്? എന്തൊക്കെ തോന്നിയാസാണ് രാജ്യത്തിനെതിരായിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. അതുപോലെ തന്നെ താരിഫിന്റെ കാര്യത്തിൽ നമ്മളെക്കാളും എത്രയോ മുൻഗണനയാണ്. എല്ലാ കാര്യത്തിലും പാകിസ്ഥാന് പിന്തുണ കൊടുക്കുകയാണ്. അപ്പൊ നയതന്ത്രപരമായിട്ട് ഇപ്പോ നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു, ഇപ്പോ ശ്രീലങ്കയായിട്ടും പിന്നെ മാലിദ്വീപുമായിട്ടൊക്കെ ഇന്ത്യക്ക് നല്ല ബന്ധമാണ്. അതൊക്കെ നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അറിയാം. ഇപ്പോ നമുക്കറിയാലോ, ഒരു കാലഘട്ടത്തിൽ അവിടെ മാലിദ്വീപിന്റെ പ്രസിഡന്റിനെ കൂലിപ്പട്ടാളക്കാർ ആക്രമിച്ചപ്പോ ആദ്യമായിട്ട് വിളിച്ചത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി അവിടെ പോയിട്ട് ഇന്ത്യയുടെ പട്ടാളം അവിടെ പോയിട്ടാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ആണെങ്കിലും വേറുള്ള രാജ്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മുടെ രാജ്യമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. ഇപ്പൊ ആർക്കും വേണ്ട നമ്മളെ, റഷ്യക്ക് വേണ്ട, അമേരിക്കക്ക് വേണ്ട. അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ, ചുമ്മാ വിളിക്കണോ? ശ്രീ രാജീവ് ഗാന്ധി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? അല്ലല്ല, അദ്ദേഹം നിഷ്കാസിതനാകാൻ പോവുകയാണെങ്കിൽ വിളിക്കുന്നത് ഒക്കെയാണ്. പക്ഷെ നിഷ്കാസിതനാകേണ്ടുന്ന സാഹചര്യം ഇല്ലെങ്കിൽ ചുമ്മാ മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയെ വിളിക്കണോ? ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്നാലും നിങ്ങൾ മിലിറ്ററി കൊണ്ടുവന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറയണം. ഒരു കാലഘട്ടത്തിൽ ചൈനയേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മളെയായിരുന്നു മാലദ്വീപ് ആശ്രയിച്ചിരുന്നത്. സമയപരിമിതി കൊണ്ട് ഇടപെടേണ്ടി വരുന്നത് നമ്മൾ ഇത് പാകിസ്ഥാനോടുള്ള അന്തിമ മുന്നറിയിപ്പാണോ? അപർണ, ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. ശ്രീ സേനാപതി വേണു നേരത്തെ പറഞ്ഞതുപോലെ നെഹ്റു പബ്ലിക്കായിട്ടുള്ള ഒരു അക്നോളജ്മെന്റ് പാർലമെന്റിൽ നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും അമേരിക്കയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്സ് ഫ്രം എബ്രോഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നയതന്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യതിയാനത്തിലേക്ക് ഇന്ത്യ കടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ്. അങ്ങനെയാണോ? ഈ നേരത്തെ പറഞ്ഞ സ്മാർട്ട് നയതന്ത്രമാണോ? ഇത് ആഭ്യന്തരമായിട്ട് രാഹുൽ ഗാന്ധി അടക്കം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതിനകത്തുണ്ടോ? അതോ ഇത് പല ചോദ്യങ്ങളെ മറച്ചു വെക്കാനുള്ള ഒരു പ്രസംഗം മാത്രമാണോ എന്നൊക്കെയാണ്. ഏതായാലും പാകിസ്ഥാനുള്ള ഒരു കൃത്യമായ മുന്നറിയിപ്പ്, അത്യക്ഷമായ വാക്കുകൾ തന്നെയാണ് കേട്ടത്. നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ